ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ കൂടുതൽ കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്ന് പാകിസ്ഥാൻ സൈന്യം പുറത്തിറക്കിയ രേഖയിലാണ് ഇക്കാര്യങ്ങൾ ഉള്ളത്. ഇന്ത്യൻ വ്യോമസേനയും കരസേനയും നേരത്തെ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞതിനേക്കാൾ 7 സ്ഥലങ്ങളെ സംബന്ധിച്ചാണ് രേഖയിൽ വിശദീകരിക്കുന്നത്. ബി ബാലഗോപാലുണ്ട്. ബാലു, പാകിസ്ഥാനിലെ മറ്റേതൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മൾ ഹിറ്റ് ചെയ്തത്? രതീഷ്, അതായത് പാകിസ്ഥാന്റെ വളരെ ഉൾപ്രദേശങ്ങളിൽ പോലും ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ആക്രമണം നടത്തി എന്നതിന്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ഇന്ത്യൻ സൈന്യമോ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയമോ പുറത്തുവിട്ടിരിക്കുന്ന രേഖകളല്ല, മറിച്ച് പാകിസ്ഥാന്റെ സൈനിക നീക്കമായ ബുനിയാനുൻ മർസൂസിനെ സംബന്ധിച്ച് പാക് സൈന്യം പുറത്തിറക്കിയിരിക്കുന്ന രേഖകളിലാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം നൽകിയിരിക്കുന്ന കനത്ത തിരിച്ചടിയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഉള്ളത്. ഈ നേരത്തെ ഇന്ത്യൻ വ്യോമസേനയും അതുപോലെ തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസും പറഞ്ഞതിനേക്കാൾ കൂടുതൽ 7 സ്ഥലങ്ങളിൽ കൂടി ഇന്ത്യയുടെ ശക്തമായ ആക്രമണം ഉണ്ടായി എന്നാണ് ഇപ്പോൾ ഈ പാകിസ്ഥാൻ പുറത്തുവിട്ടിരിക്കുന്ന പാകിസ്ഥാന്റെ രേഖകളിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പെഷവാർ, ജംഗ്, സിന്ധിലെ ഹൈദരാബാദ്, പഞ്ചാബിലെ ഗുജറാത്ത്, ഭവൽ നഗർ, അട്ടോക്, ചോർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇന്ത്യ ഈ ആക്രമണം നടത്തിയത്. അതായത് നേരത്തെ പറഞ്ഞ 9 സ്ഥലങ്ങളെക്കാൾ കൂടുതലായി ഇപ്പോൾ ഈ രേഖകൾ പ്രകാരം പാകിസ്ഥാന്റെ ഈ രേഖകൾ പ്രകാരം ആക്രമണം നടന്നു എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാന്റെ ഉള്ളിൽ ശക്തമായ ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഈ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. പാകിസ്ഥാനിൽ കൂടുതൽ സ്ഥലങ്ങൾ നമ്മൾ ആക്രമിച്ചു എന്നതിന്റെ സ്ഥിരീകരണം പാകിസ്ഥാനിൽ തന്നെ ഉണ്ടാവുകയാണ്. ബി ബാലഗോപാലാണ് ആ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്.